ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളൊന്ന് സ്വിമ്മിങ്ങിന് പോയിട്ടുള്ള വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് പോണത്. ഏട്ടൻ എപ്പോഴും എല്ലാ സൺഡേസും പോകാറുണ്ട്. ഞാനും കുട്ടികളും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ കുട്ടികൾക്കുള്ള കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് ഒരു പൂളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് മോൻ ഇറങ്ങി നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ആദ്യം അവന് ഭയങ്കര പേടിയായിരുന്നു. എന്താ നോക്കി ഏട്ടനെ എടുത്തപ്പോഴും ഏട്ടനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പിന്നെ അവനും ഇൻട്രസ്റ്റ് ആയി. പിന്നെ അവന് ഇറങ്ങി ഭയങ്കര കളിയായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഭയങ്കര ഡൈവിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവനിവിടെ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏട്ടനവിടെ സ്വിം ചെയ്യണമുണ്ട്. ഇവനാണെങ്കിൽ ഒരു സാധനമൊക്കെ കെട്ടി പിന്നെ അതിൽ പിടിച്ച് എനിക്ക് ഇവൻ്റെ പോക്ക് കണ്ടപ്പോൾ നമ്മൾ മറ്റേ ആ സിനിമയിൽ സലിംകുമാർ പോലെ സ്റ്റാങ്കിന് ഇവരെടുത്ത് വെള്ളത്തിലിട്ടോന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഞാനറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിനറിയാൻ വേണ്ടി നിന്നിടത്തില്ലേ ഞാനെടുത്ത് ചാടിയതൊക്കെ ഒരടാ ഡയലോഗ് അതുപോലെയാണ് കേട്ടോ അവൻ പോകുന്നത്. അത് പിടിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് ഏട്ടനടുത്തൊക്കെ പോകുന്നുണ്ട്. പിന്നെ മോൾക്ക് നിൽക്കാൻ പൊറുത്തിയില്ല. അയ്യോ ഇവർ കളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇറക്കി ഒന്ന് നോക്കിയെടുത്തു. അവൾക്കത് പോരാ, ചേട്ടൻ ഇറങ്ങണ പോലെ അതേപോലെ ഇറങ്ങണം. പിന്നെ അവരോട് ചോദിച്ചു ചെറിയ കുട്ടികളെ ഇനിയും കൂടെ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ മോൾക്ക് ക്യാപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഏട്ടനും മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു ക്യാപ്പ് തന്നെ തന്നു കേട്ടോ. പിന്നെ ക്യാപ്പ് ഇട്ടിട്ട് അവൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് കയറണ്ട, ഭയങ്കര കളിയായിരുന്നു. പക്ഷേ അവൾ ഇത്രയും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ എനിക്കും ഈ സൈഡിലിരുന്നിട്ട് എനിക്ക് കൊതിയാവാൻ തുടങ്ങി ഇവരൊക്കെ ഇറങ്ങുന്നുണ്ടപ്പോൾ. അപ്പോൾ എനിക്കാണെങ്കിൽ വേറെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ക്യാപ്പ് ഉണ്ടായിരുന്നില്ല, ഗൂഗിൾസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ കാണാം, മോനെ ഇറക്കുമ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു രീതിയിലാണ് വന്നത്. പിന്നെ ഇവർ കുറേ നേരം വെള്ളത്തിലിരുന്ന് ഭയങ്കര എൻജോയിങ് ആയിരുന്നു. പിന്നെ ഏട്ടൻ്റെ കുറേ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അവൻ വീണ്ടും അവൻ്റെ പണി തുടങ്ങി. അവനെ നീന്താൻ പറഞ്ഞപ്പോൾ അവനത് പേടിയിട്ട് അവൻ അങ്ങനെ നടന്നോളാന്നൊക്കെ പറഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുകയാണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ കയറ്റാൻ നോക്കിയപ്പോൾ അവൾ ഒട്ടും കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നാലും കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുറേ നേരം പിന്നെ അച്ഛനും മോനായിട്ടൊക്കെ കളിയായിരുന്നു.